പ്രിയപ്പെട്ടവരിപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിൻ്റെ അപ്പുറമുള്ളവരും കുറവുള്ളവരുമായിട്ട് ധാരാളം ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറാണ് നമ്മളെ ഹനാൻ ഷാ. അപ്പോൾ ഹനാൻ ഷാൻ്റെ യൂട്യൂബറും അതുപോലെ തന്നെ നല്ലൊരു സിംഗറും കൂടിയാട്ടോ. അടിപൊളി സിംഗറാണ്. അതിന് പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വരച്ചിട്ടുള്ളത് ഹനാൻ ഷാൻ്റെ ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ആ ഫോട്ടോ കാണാമെന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം കേട്ടോ. ഇപ്പോൾ നമ്മളെ ഫോട്ടോ പദ്ധതിന് ആവശ്യമില്ല. കാരണം ഒരുപാട് ആളുകൾ പലതരം അടിപൊളി ഫോട്ടോസൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിലുണ്ട്. യൂട്യൂബിൽ ഇല്ലാത്തയും ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഫുള്ളൊന്നും ഇപ്പോൾ യൂട്യൂബിൽ ഇട്ടിട്ടില്ല. ഇത് മാത്രം ഫോട്ടോസ് അതിന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ ഒന്നും പദ്ധതിന് വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളാവശ്യമാണ് ഫോട്ടോ കൊടുത്തിട്ട് അതിനെ കൂടെ ആ ഫോട്ടോ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ നമ്മളൊരു ആഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ കൊണ്ട് പോവാണ്. നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ഫോട്ടോയുമായിട്ട് നമ്മൾ ഇനി വേറൊരു അടുത്തേക്ക് പോകുന്നതൊക്കെ ഇങ്ങനെ ഇടും. അതൊക്കെ നിങ്ങൾക്ക് കാണാം. അതൊക്കെ പോലെ. അപ്പോൾ ഇതാണ് നമ്മൾ വരച്ചിട്ടുള്ള ഫോട്ടോ വരച്ചൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഫ്രെയിമൊക്കെ ചെയ്തിരിക്കണേ. അങ്ങനെ നമ്മൾ 1-2 ആൾക്കാരൊക്കെ ചോദിച്ച് ഹനാൻ ഷാൻ്റെ വീട് കണ്ടെത്തിയാണ്. അദ്ദേഹത്തിൻ്റെ വീട് കണ്ടെത്താൻ വലിയ പണിയൊന്നും എടുത്തിട്ടില്ല. കാരണം മൂപ്പരെ സ്ഥലം നമുക്കറിയാം. വീട് നിൽക്കുന്ന ലൊക്കേഷനേ അറിയാത്തുള്ളൂ. എവിടുന്നോ ഒരു ടീം കല്യാണം കഴിഞ്ഞ് വന്നതാണ്. ഗേറ്റിൻ്റെ അവിടെ നിന്നാണ് ഒരുപാട് ഹനാൻ ഷാ എന്നൊക്കെ വിളിച്ച്. ഞങ്ങളെ കേട്ടപ്പോൾ ആളിവിടെ ഇല്ല, ടൂറിലാണെന്ന് പറഞ്ഞപ്പോൾ ഒരു തിരിച്ചു പോവാണ്. രണ്ട് കയറി പോയി ആൾക്കല്ല, 2 കയറി പോയി അല്ലെ ആ ഷെയ്ക്കോ. എനിക്ക് ക്യാമറ നേക്കാൻ എനിക്ക് അറിയില്ല. എങ്ങനെ വെക്കുക എന്നിട്ട് വന്നിട്ട് വാ. നോയൊന്ന് കഴിച്ചോ. വേറെ പ്രശ്നമുണ്ട്. ഗേറ്റ് തുറക്കുമ്പോൾ ഗേറ്റ് ഇങ്ങനെ തുറക്കണാണ്. ഇങ്ങനെ തുറക്കുക. നീക്കണതാണല്ലേ. വേറെ കുഴപ്പമുണ്ട്. രാത്രിയാണ് ഒരു വരിക. അപ്പോൾ നീക്കുമ്പോൾ വണ്ടി തട്ടി പോവോ? ഇല്ലല്ല ഇല്ലല്ല. നീ എന്താ അത് ഒന്നുകൂടി കൊണ്ട് നീക്കട്ടെ. ഇത് വെക്കണേ. നിൽക്കുന്നു വന്നില്ല കേട്ടോ. നിൽക്കേ. അപ്പം നിൽക്കും. ഗേറ്റ് എങ്ങോട്ട് തുറക്കാം. ഗേറ്റ് തള്ളിയാണ് തുറക്കാൻ പറ്റുമോ? അവിടെ വെച്ചാണ്ട് പോരിടോ. നായ എന്തായിട്ട് കിട്ടിയോ? ശരി കിട്ടിയോ? തിരിച്ച് നേരെ കിട്ടുണ്ടോ? പോരെ. അളക്കരുത്. 2 ഞാൻ പിടിക്കട്ടോ. നോയി വന്നാൽ ഞാൻ അടുത്ത് കൊണ്ടുപോയി. നായ് വന്ന ഗേറ്റ് അല്ലേ? നായ് വന്ന ഞാൻ എന്ത് അറിയോ? നായിൻ്റെ കടിയേക്കും. ഞാൻ വരില്ല. നായി അടിച്ചു. അവിടെ വെച്ചാൽ മതി. ഇവിടെ വെച്ചാൽ മതി. പോതാ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ വഴിയൊക്കെ ചോദിച്ച് അവസാനം വീട് കണ്ടെത്തിയപ്പോൾ വീട്ടിലാരുമില്ല. ഓലൊക്കെ ടൂറിലാണ്. ഫാമിലി മൊത്തം ടൂറ് പോയിക്കാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? നമ്മളെ ഫോട്ടോ ഇനിയിപ്പോൾ ഒന്നും കൂടി പോയിക്കാണ് ഇഞ്ഞൊരു വരവ്
നമ്മൾ ലീവൊക്കെ ആക്കി പോകുന്നതാണ്. ഞായറാഴ്ച വന്നാൽ എന്തായാലും ആൾ ഇവിടെ ഉണ്ടാവില്ല, എന്നും പരിപാടി ഉണ്ടായിരിക്കും. ഞായറാഴ്ചയൊക്കെ പരിപാടികളായിരിക്കും, തിരക്കുള്ള ആളല്ലേ. അപ്പോൾ നമ്മൾ ലീവാക്കി വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഫോട്ടോ ഇവിടെ വെക്കാൻ തീരുമാനിച്ചു. ഇവിടെ വെച്ച് പോവാം, ഒരു വരുമ്പോൾ കാണുമല്ലോ. അങ്ങനെ നമ്മൾ നമ്മളെ ഫോട്ടോത്തിൻ്റെ ബാക്കിൽ ഒരു പേപ്പറിൽ നമ്മളെ കാര്യങ്ങളും നമ്പറൊക്കെ എഴുതി, നിങ്ങൾ വരുമ്പോൾ കാണുകയാണെങ്കിൽ എനിക്ക് വാട്സപ്പിൽ ഈ ഫോട്ടോ പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ അയച്ചു തരണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിക്കാണ്ട് വെച്ചു. അപ്പോൾ നമ്മളത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടൊന്നും കാണില്ല. നമ്മൾ വീണ്ടും പോയപ്പോൾ ഓര് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ നമ്പറൊക്കെ സംഘടിപ്പിച്ച് വിളിച്ചപ്പോൾ ഓര് പറഞ്ഞു ഫോട്ടോ ജോലിക്കാരുണ്ടാവും, ഓര് പറഞ്ഞതാണ്. ആ വിളിച്ചപ്പോൾ ഓര് വീട്ടിൽ എന്തായാലും ഫോട്ടോ വിട്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വാട്സപ്പിൽ അനാൻഷ നമ്മളെ വരച്ച ഫോട്ടോ പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എൻ്റെക്ക് വിട്ടു. അപ്പോൾ നമ്മൾ ഉദ്ദേശം എന്താണോ അത് നമുക്ക് കിട്ടിക്കണേ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ അടുത്തൊരു ആളെ വരച്ചിട്ട് അടുത്തൊരു വീട്ടിലേക്ക് പോകണമായിരിക്കും. അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം.